കൂടി ഞാൻ പറയാം വസീഫ് ഇപ്പോൾ അവിടെ കുറേ ദിവസം തുടർന്നാണ് വസീഫും നമ്മൾ അവിടെ നിന്ന് ആശുപത്രിയിൽ കണ്ടതാണ്. അവന്തിക എന്ന കുഞ്ഞിനെ അന്ന് നമ്മൾ കാണുമ്പോഴുള്ള അവസ്ഥയല്ല ഇന്ന് പ്രധാനമന്ത്രിയുടെ ആ കട്ടിലിൽ ഇരുന്ന് ചിരിച്ചൊക്കെ സംസാരിക്കുന്നില്ല. അവളുടെ കണ്ണുകളൊക്കെ ഇപ്പോൾ ശരിയായിരിക്കുന്നു എന്ന് വേണം ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇനി വേണ്ടത് സമഗ്രമായൊരു മെമ്മറാണ്ടം ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പ്രധാനമന്ത്രി പറയുന്നു പണത്തിൻ്റെ ഒരു കുറവുണ്ടാകില്ല, പണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടാകില്ല, ഒപ്പമുണ്ട് എന്ന ഉറപ്പ് നൽകുന്നു. അദ്ദേഹം പതിവിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഈ പ്രശ്നബാധിത പ്രദേശങ്ങളെല്ലാം പറഞ്ഞതിലും അപ്പുറമുള്ള ദീർഘമായ സമയത്തിൽ പോയി കാണുകയും കേൾക്കുകയും ആളുകളെ കേൾക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണല്ലോ പ്രതികരണം വന്നിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ കേരളം മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന മെമ്മോറാണ്ടത്തിൻ്റെ സ്വഭാവം? ഈ അടിയന്തര ധനസഹായം എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായി വേണ്ടതാണ്. അതിലപ്പുറം ഈ ദുരന്തങ്ങൾ ഇനി വരികയാണെങ്കിൽ അതിനെ നേരിടാനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു സമഗ്രമായ മെമ്മോറാണ്ടം അല്ലേ കൊടുക്കേണ്ടത്? അത് പല ഘട്ടമായിട്ടാണോ കൊടുക്കാൻ ആലോചിക്കുന്നത്? എങ്ങനെയാണ് വസീഫ് മനസ്സിലാക്കുന്നത്? നമുക്കറിയാം ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇമോഷണൽ ഭാഗത്തു നിന്ന് ചർച്ച നടത്തേണ്ട ഒരു സമയമല്ല ഇപ്പോൾ. ഇനിയിപ്പോൾ ആ സമയത്തിൻ്റെ അപ്പുറത്തേക്ക് ഏറ്റവും പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ, അവരെ എങ്ങനെ അവരുടെ ആ നഷ്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പരിധിവരെ അവരുടെ ജീവനോപാധിയൊക്കെ നഷ്ടപ്പെട്ടവർക്ക് എങ്ങനെ അവരെ നമുക്ക് പുനരധിവസിപ്പിക്കാൻ പറ്റും, അതിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ഏതൊക്കെ തരത്തിൽ ഇടപെടിപ്പിക്കാൻ പറ്റും, ഏതൊക്കെ തരം സഹായങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും എന്നൊക്കെയുള്ള ആലോചനകളാണ് ഇപ്പോൾ നടത്തേണ്ടത്. സംസ്ഥാന ഗവൺമെൻറ്റും നമ്മുടെ സന്നദ്ധ സംഘടനകൾക്കുമൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ചർച്ചയിലേക്കാണ് ഇനി നമ്മൾ പോകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവന്തികയെ ഞാനാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ സ്മൃതിയോട് പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ പോയി കണ്ട് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, നമ്മൾ സംസാരത്തിനിടയിൽ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, വലിയ പ്രയാസം, അതൊക്കെ നമുക്കറിയാം. ആ കുട്ടിക്കൊക്കെ 9 പേരെ നഷ്ടപ്പെട്ടു, അതിൻ്റെയൊക്കെ ഒരു പ്രയാസങ്ങൾ, ആശുപത്രികളിലെ പ്രശ്നങ്ങൾ, അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും പറയാൻ അന്ന് ഞങ്ങളൊക്കെ പോയ സമയത്ത്, പിന്നെ സ്മൃതിയൊക്കെ ചെന്നപ്പോൾ കുറച്ചുകൂടി അവർക്കൊക്കെ സംസാരിക്കാൻ പറ്റി. ഒരു വലിയ ഒരു വല്ലാത്ത അവസ്ഥയാണ്, നമുക്കറിയാം. അപ്പോൾ അവരുടെ ഒരു മാനസികാരോഗ്യം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അവർക്ക് എന്തൊക്കെ ചെയ്താൽ അവരെ പരമാവധി ഈ ദുഃഖങ്ങളിൽ നിന്ന്, ഈ പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റി അവരുടെ ഒരു സ്വാഭാവികമായ മുന്നോട്ട് പോക്കിന് നമുക്ക് സൗകര്യമൊരുക്കി കൊടുക്കാൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിക്കേണ്ടി. ഇപ്പം അവിടെയുള്ള കുറച്ച് ഡോക്ടേഴ്സൊക്കെ ഇന്ന് തന്നെ ബന്ധപ്പെട്ടിരുന്നു, ഒരു ഡോക്ടർ രതീഷും മറ്റവരൊക്കെ. അവരൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, കാരണം ഡോക്ടേഴ്സിനോടൊക്കെ അവർ കുറച്ചുകൂടി മനസ്സ് തുറന്ന് പറയും, അവർക്ക് ഈ ഒരുമിച്ച് താമസിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതോടൊപ്പം ഈ ക്യാമ്പിൽ നിന്ന് അവർ മാറി വീടുകളിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിപ്പോകുമ്പോൾ അവർ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്കയൊക്കെ ഇന്ന് എന്നോട് സംസാരിച്ച ഡോക്ടർ രതീഷ് ഉൾപ്പെടെയുള്ളവർ പറയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണക്കിലാക്കണം. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പുനരധിവാസ പാക്കേജ് തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ സന്നദ്ധത അറിയിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ പൂർണ്ണമായും വളരെ ആത്മാർത്ഥമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളെ, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള ഉറപ്പിനെ, സംസാരത്തെയൊക്കെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണുകയാണ്. മുഖ്യമന്ത്രി ഒരു കുറിപ്പ് കൊടുക്കുകയും അതോടൊപ്പം വിശദമായ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വിശദമായ ഈ നമ്മുടെ ചെലവുകളും ഇനി നമ്മൾ കണ്ടെത്തേണ്ട പണത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു വിശദമായ റിപ്പോർട്ട് തന്നെ സമർപ്പിക്കും എന്ന് തന്നെയാണ്, അത് ഉടനെ തന്നെ സമർപ്പിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ ഇനത്തിനും ഇങ്ങനെ പണം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു അതിതീവ്ര ദുരന്തമായി ഇതിനെ കണ്ടെത്തി ഏറ്റവും അനുയോജ്യമായ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് ചെന്നെത്തും എന്ന് തന്നെയാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം, ഒരു സമാനതകളില്ലാത്ത ഈ ദുരന്തത്തിൽ നിന്ന് കേരളത്തെ, വയനാടിനെ കരകയറ്റാൻ ആവശ്യമായ ഏറ്റവും നല്ല ഒരു ഇടപെടൽ നടത്തും, അതിനുള്ള ആവശ്യമായ പണം അനുവദിക്കും എന്നൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, DYFIയെ സംബന്ധിച്ചിടത്തോളം ഈ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുന്ന ഗവൺമെൻറ്റിനോടൊപ്പം പൂർണ്ണമായും 31 മുതൽ ഈ ദുരന്ത മേഖലയിൽ എങ്ങനെയാണോ DYFIയും ഞങ്ങളുടെ യൂത്ത് ബ്രിഗേഡുമൊക്കെ ഇടപെട്ടത്, അതുപോലെ
ഏറ്റവും സജീവമായി സക്രിയമായി ഞങ്ങളുടെ സംഘടനാ ഘടകങ്ങൾ ഈ ദുരന്തബാധിത പ്രദേശത്തെ ജനങ്ങളെ പുനരധിവാസിപ്പിക്കുന്ന പ്രവർത്തനത്തോടൊപ്പം ചേർന്ന് നിൽക്കും. ഗവൺമെൻറ്റുകളെല്ലാം സംഘടനകളെല്ലാം ഒത്തൊരുമിച്ച് ഈ നാടിൻ്റെ ഒരു അതിജീവനത്തിന് ഉണ്ടാകണം എന്നുകൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റ് വിവാദങ്ങളിലേക്കോ മറ്റ് പ്രയാസങ്ങളിലേക്കോ ഒന്നും ഈ ചർച്ച പോകരുത് എന്നുകൂടിയാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. Debate with Smriti Parithikad.